ചുരുങ്ങിയ ചെലവിലൊരു ഇന്റർനാഷണൽ യാത്ര പോകണം എങ്കിൽ നമ്മുടെ തൊട്ട അയൽരാജ്യമായ ശ്രീലങ്കയിലേക്ക് പുറപ്പെട്ടോളൂ. ഞാൻ 5 ദിവസം ശ്രീലങ്കയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് 20,000 രൂപയായിരുന്നു. അതിന്റെ ബ്രേക്ക് ഡൗൺ ആണ് പറയാൻ പോകുന്നത്. ഇന്ത്യക്കാർക്ക് ശ്രീലങ്കയിലേക്ക് വിസ വേണ്ട എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. താമസത്തിനായി Booking.com വഴി നിങ്ങൾക്ക് 500 മുതൽ 600 രൂപ വരെയുള്ള ഹോസ്റ്റൽസ് അവൈലബിൾ ആണ്. 5 ദിവസത്തെ താമസത്തിനായി എനിക്ക് ചിലവായത് 3200 രൂപയാണ്. ഭക്ഷണവും നമ്മൾ ശ്രീലങ്കയുടെ എല്ലാ ഓതന്റിക് ഫുഡ്സും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. 5 ദിവസത്തെ ഭക്ഷണത്തിന് എനിക്ക് ചിലവായത് 4600 രൂപയാണ്. ട്രാൻസ്പോർട്ടേഷൻ ആവട്ടെ പരമാവധി പബ്ലിക് ബസ്സുകളും കാര്യങ്ങളും എല്ലാ സ്ഥലത്തേക്കും ആക്സസ് ഉണ്ട്. ബസ്സും ട്രെയിനും വല്ലപ്പോഴും കുറച്ച് ടുക്ടുക്കൊക്കെ വിളിച്ചിട്ടും എനിക്ക് ആയത് 4200 രൂപ മാത്രമാണ് ട്രാൻസ്പോർട്ടേഷന്. ഏറ്റവും കൂടുതൽ പൈസ ചിലവായിട്ടുണ്ടായിരുന്നത് സൈറ്റ് സീയിങ് കാര്യങ്ങൾക്കായിരുന്നു. പിതുരങ്കല, അതുപോലെ സിഗ്രിയ, പിന്നീട് അമ്പലവാവ ടവറും നെൽദിയ പൊക്കുന്നെയും ഒടുവിൽ ഞാൻ തിമിംഗലത്തെ കാണാൻ പോയതും അടക്കം 8500 ഇന്ത്യൻ രൂപയായിരുന്നു സൈറ്റ് സീയിങ്ങിന് സ്പെൻഡ് ചെയ്തത്. ഓവറോൾ കോസ്റ്റ് എന്ന് പറയുന്നത് 20,000 രൂപയായിരുന്നു. ഇതിൽ പറയാത്തൊരു കോസ്റ്റ് ഫ്ലൈറ്റ് മാത്രമാണ്. അബുദാബിയിൽ നിന്ന് വന്ന് ബാംഗ്ലൂരേക്ക് പോയതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് എനിക്ക് കുറച്ച് ഹൈ ആയിരുന്നു. ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഇൻഡിഗോയുടെ ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുമല്ലെങ്കിൽ റീസെന്റ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത രാമേശ്വരം മുതൽ ജഫ്ന വരെയുള്ള ബോട്ട് സർവീസും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒന്നാണ്. ശ്രീലങ്കയുടെ കൂടുതൽ ഡീറ്റെയിൽസും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഐറ്റിനറി ഞാൻ എന്റെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫോളോ ദിസ് പേജ് ഫോർ മോർ ട്രാവൽ ടിപ്സ്.